ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പുഡിങ്ങിൻ്റെയാണ്. പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പുഡിങ്ങിലേക്ക് ചൈന ഗ്രാസോ ജെലറ്റിനോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എന്നാലും നല്ല കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. നമ്മൾ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതിയാവും. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതുപോലെ പൈനാപ്പിൾ, ഒരു 1.5 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു പൈനാപ്പിളിൻ്റെ പകുതിയുടെ അടുത്തായിട്ടൊക്കെ മതിയാവും. പിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള പൈനാപ്പിൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്ത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ ഒരു പൈനാപ്പിൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, കാരണം പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് കിട്ടിയാൽ മതി. നന്നായിട്ട് പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ചെറുതായിട്ടൊരു വേവ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു കടിയൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റായി വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ചെറുതായിട്ട് പുളിയൊക്കെ ഉള്ള പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ പൈനാപ്പിളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം ഏകദേശമൊക്കെ വറ്റി ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കടിയൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പൈനാപ്പിൾ വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രത്തിലേക്ക് 500 ml പാലൊഴിച്ചിട്ട് ഏകദേശം 2.5 കപ്പ് പാലൊഴിച്ചിട്ട് തിളക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി കസ്റ്റാർഡ് പൗഡർ കയ്യിലില്ലെങ്കിൽ കോൺഫ്ലോർ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കട്ടയായി പോവും. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാൽ ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ ഒരു സമയത്ത് പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോറിൻ്റെയും കസ്റ്റാർഡ് പൗഡറിൻ്റെയും കൂടെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുത്താൽ പിന്നെ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇനി ഇത് നന്നായിട്ട് കുറുകി കിട്ടണം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വനില എസൻസ് കയ്യിലില്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്താലും മതിയാവും. എന്നിട്ടിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറുകി വരുന്നവരെ ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് മിക്സൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിളിൻ്റെ മിക്സ് അതിൽ 3/4 ഭാഗവും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പൈനാപ്പിളിന് പകരമായിട്ട് ക്യാരറ്റും ഇതുപോലെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിൽ താഴ്ഭാഗത്ത് കുറച്ച് പൈനാപ്പിൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ വലിയൊരു ബൗളിലും പിന്നെ ഒരു 3-4 ചെറിയ ബൗളിലും ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇനി നന്നായിട്ട് തണുത്ത് സെറ്റായതിന് ശേഷം ഡീമോൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ടോ കഴിക്കാം. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ടിട്ട് പകുതി ഭാഗത്ത് കുറച്ച് ബൂസ്റ്റ് പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലും മുകളിലായിട്ട് കുറച്ച് കടല വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഇതിലേക്ക് ചൈന ഗ്രാസോ ജെലറ്റിനോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, എന്നാലും നല്ല കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.